الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد. ഒരു അനുഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ പൂർണ്ണമായ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അള്ളാഹുവിൻ്റെ ഔദാര്യത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ദിനരാത്രങ്ങളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. റമദാൻ മാസത്തെ ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കൽ അതൊരു വലിയ അനുഗ്രഹമാണ്. ഈ റമദാനിൽ മാത്രമല്ല, മുസ്ലിമുകളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലുടനീളം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഇബാദത്താണ്. അത് മനുഷ്യവർഗവും ജിന്നുവർഗവും അവർ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന ശാസന നൽകിയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അങ്ങനെ സ്പഷ്ടമായി ഖുർആൻ ബോധ്യപ്പെടുത്തിയതാണ്. ഇബാദത്ത് എന്നത് ജീവിതത്തെ മുഴുവൻ സമഗ്രമായി ബാധിക്കുന്ന ഒരു അംഗീകാരമാണ് യഥാർത്ഥത്തിൽ. സൂറ ഗാഫിറിൽ അത് കുറച്ചുകൂടി വ്യക്തമാകാൻ വേണ്ടി ഉപയോഗിച്ച ഒരായത്ത്, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ രക്ഷകൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു, ഉദ്ഊനി, എന്നോട് മാത്രം നിങ്ങൾ ദുആ ചെയ്യുക. അങ്ങനെ എന്നോട് മാത്രം നിങ്ങൾ ദുആ ചെയ്താൽ അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്യും. ലോകത്തുള്ള എല്ലാ മതവിശ്വാസികൾക്കും വന്ന വ്യതിചലനം ഈ വിഷയത്തിലാണ്. ഈശ്വരനിൽ വിശ്വസിക്കുന്നു, ദൈവത്തെ അംഗീകരിക്കുന്നു, പടച്ചവനെ അംഗീകരിക്കുന്നു, ഇബാദത്തുകൾ ചെയ്യുന്നു. പക്ഷേ സാക്ഷാൽ അള്ളാഹുവിന് മാത്രം നിർവഹിക്കേണ്ട ദുആ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. അവിടെയാണ് വ്യതിയാനം സംഭവിച്ചത്. അത് മഹത്തുക്കൾ, സൃഷ്ടികൾ നമ്മൾ ഒരുപാട് ഉയർത്തിയിട്ടുള്ള ഒട്ടനവധി കേന്ദ്രങ്ങളുണ്ട്. അത് കടലോ മലയും പർവ്വതവും പുഴയും ആകാശവും ഭൂമിയും നക്ഷത്രങ്ങളും എല്ലാം അതിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഒരു വളരെ പ്രസിദ്ധമായൊരു ഹദീസ് ഉണ്ടല്ലോ, മഴ വർഷിച്ചാൽ ഇന്ന നക്ഷത്രം അതിൻ്റെ ഔദാര്യമാണ് എന്ന് നിങ്ങൾ പറയരുത്. കാരണം ആ നക്ഷത്രത്തെയും നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔദാര്യമാണല്ലോ യഥാർത്ഥത്തിൽ മഴ. അങ്ങനെ എല്ലാ ലോക മതവിശ്വാസികളും പ്രാർത്ഥനയിൽ മാത്രം ശ്രദ്ധ ചെലുത്താറില്ല. ഈ ആയത്തിൽ നിങ്ങൾ എന്നോട് മാത്രം ദുആ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ഇനി പറയുന്ന വാക്ക് ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി. യഥാർത്ഥത്തിൽ ഇവിടെ വരേണ്ട വാക്ക് ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ദുആഇ, എന്നോട് മാത്രം ദുആ ചെയ്യുന്നത് പോരാഞ്ഞ് അഹങ്കാരം പ്രകടിപ്പിച്ച് തന്നിഷ്ടം കാണിച്ച് മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്നവരെന്ന അർത്ഥത്തിലാണ് പദം വരേണ്ടിയിരുന്നത്. തഫ്സീറുൽ കബീറിൽ ഇമാം റാസി അലൈഹിർ റഹ്മയാണ് ഈ തത്വം വിവരിച്ചത്. മറിച്ച് ഇവിടെ വന്നപ്പോൾ ദുആ എന്ന പദത്തിന്റെ സ്ഥാനത്ത് ഇബാദത്ത് എന്ന വാക്ക് ഉപയോഗിച്ചു. അപ്പോൾ സ്പഷ്ടമായി അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥനയാണ് ഇബാദത്ത്, ദുആയാണ് ഇബാദത്ത്. അതിനു വേണ്ടി അള്ളാഹു ലോകത്ത് സർവാദരണീയമായി പ്രഖ്യാപിച്ച ഇടം പള്ളികളാണ്.
ആരാധനാലയങ്ങൾ. ആരാധനാലയങ്ങൾ അള്ളാഹുവിനോടല്ലാതെ ഒരു ദുആ ഉണ്ടാകരുത് അവിടെ. മക്കയിൽ പോലും ലാത്തയും ഉസ്സയും മനാത്തയും ഹുബുലുൽ അലയും ഇതൊക്കെ അക്കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ചുപോയ വലിയ വലിയ നല്ല നല്ല ആളുകളായിരുന്നു, മഹത്തുക്കൾ. അവരെ മഹത്തുക്കളുടെ ഇത് പാടി പുകഴ്ത്തി അവരോടായി പിന്നീട് പ്രാർത്ഥന. അപ്പൊ അള്ളാഹു പറഞ്ഞു അന്നൽ മസാജിദ ലില്ലാഹ്. ഇതൊരു വിശദീകരണവും ഇല്ലാതെ മനസ്സിലാവും. മുഴുവൻ പള്ളികളും അള്ളാഹുവിൻ്റെതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവേ എന്ന് വിളിച്ച് തേടുമ്പോൾ വേറെ ഒന്നും ആ വാക്കിൽ ഉപയോഗിക്കരുത്, ചേർക്കരുത്. ഇന്നവർ ബദരീങ്ങളാകാം, മരിച്ചുപോയ കുത്തുബുകളാകാം, വലിയകളാകാം, സ്വാലിഹീങ്ങളാകാം, സിദ്ദീഖുകളാകാം, ആരായിരുന്നാലും അവരുടെ ഒന്നും വലിപ്പം ഇല്ലാഞ്ഞിട്ടോ ചെറുതായിട്ടോ അല്ല. ഇത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, ഈ മഹാപ്രപഞ്ചം. അവൻ സംരക്ഷിച്ച് വളർത്തിയവരാണ് നിങ്ങൾ കണ്ട എല്ലാ മഹത്തുക്കളും. അവരോടല്ല പറയേണ്ടത്, എന്നോടാണ് ചോദിക്കേണ്ടത്. അത്ര സ്പഷ്ടമായിട്ടാണ് ആ കാര്യം പറഞ്ഞത്. ഇത് പള്ളികളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞ ഒരു വചനമാണ്. നബിയോട് പറയാൻ കൽപ്പിച്ച ഒരു വാക്കുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ നിർബന്ധ ബുദ്ധിയായി വരണം. എന്ന് പറഞ്ഞാൽ നിശ്ചയദാർഢ്യം വേണം, കണിശത വേണം. ഇത് ദീർഘിപ്പിക്കാൻ സമയമില്ല നമുക്ക്. ഖുൽ ഇന്നമാ അദഉ റബ്ബി. നീ പറയുക, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ. അതിനകത്ത് വേറെ ആരെയും പറഞ്ഞിട്ട് അവരുടെ ഹക്ക്, ഫളില്, ജാഹ്, ബർക്കത്ത് ഇങ്ങനെയാണല്ലോ. നമ്മുടെ നാട്ടിലുള്ള എല്ലാ ദുആകളും അങ്ങനെയാണ്. മയ്യത്തെടുക്കാൻ നേരത്ത് വരെയും ഇത് തന്നെയാണ് ദുആ. പുതിയാപ്പിള ഇറങ്ങാൻ നേരത്തുമുള്ള പണ്ഡിതന്മാരുടെ ദുആ അതാണ്. അങ്ങനെ വീട് താമസിക്കുമ്പോൾ അങ്ങനെയാണ്. നോക്കിയാൽ എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു പ്രാവശ്യം ഒന്ന് ഖുർആൻ ഓതിയാൽ ഇത് മനസ്സിലാവും. ഖുൽ നീ പറയണം അവരോട്, ഇന്നമാ അദഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ. വലാ ഉശ്രിക് ബിഹി അഹദ. അള്ളാഹുവോട് ദുആ ചെയ്യുന്ന ഇബാദത്ത് അവന് മാത്രം നിർവഹിക്കുന്നതിൽ വേറെ ആരെയും ഞാൻ പങ്കുചേർക്കൂല. എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പൊ ഈ ആരാണ്? എന്നിട്ട് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നു സൂറത്ത് ഗാഫിർ. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി. എന്താണ് ഇനി അതിൻ്റെ ഒരു പരിണിതം? അങ്ങനെ ചെയ്താൽ അള്ളാഹുവോട് മാത്രം ചെയ്യേണ്ടത് പടപ്പുകൾക്ക് വകവെച്ചു കൊടുത്താൽ എന്ത് സംഭവിക്കും? സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അവർ നരകത്തിൽ നിന്ദ്യരായി പ്രവേശിക്കുന്നതാണ്. ആർക്കും അവരെ തടയാൻ കഴിയില്ല. അങ്ങനെ തടയാൻ കഴിയില്ല എന്ന് ഖുർആനിൽ ഒരുപാട് ആയത്തുകളിലുണ്ട്. അത്ര ഗൗരവമുള്ള ഒരു വിഷയമാണ്. അള്ളാഹുവിൻ്റെ ദൂതൻ ഉൾപ്പെടെ 1.25 ലക്ഷത്തിലധികം വരുന്ന അംബിയാ മുർസലുകളെല്ലാം പറഞ്ഞത് അള്ളാഹുവോട് മാത്രം നിങ്ങൾ ദുആ ചെയ്യുക. അപ്പൊ എതിരാളികൾ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയൊക്കെ കാലഘട്ടത്തിലുള്ള ആളുകൾ പറഞ്ഞ വാക്കുണ്ട്. അവർ പറഞ്ഞത്, ഇതൊക്കെ ഇങ്ങനെ പലതും പറയും, നമ്മളിങ്ങനെ നടന്നു വരുന്നൊരു ശീലം ഉണ്ടല്ലോ, ഈ ദുആയും ദ്വാരിപ്പിക്കലും ആമീൻ പറയലൊക്കെ കൂടി നിന്നിട്ട്. അതുകൊണ്ട് ലാ തദറുന്ന, നിങ്ങൾ ഒരു കാരണവശാലും ആലിഹത്തക്കും, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ കൈയൊഴിയരുത്. അത് നിങ്ങൾ വേണ്ടാന്ന് വയ്ക്കരുത്. അത് മുഹമ്മദ് പറഞ്ഞാലും ഇബ്രാഹിം പറഞ്ഞാലും നൂഹ് അലൈഹിസ്സലാം പറഞ്ഞാലും നിങ്ങൾ കൈയൊഴിക്കരുത്. വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റ. അത് അങ്ങനെ വളരെ കൃത്യമായി സൂറത്ത് നൂഹിൽ അത് പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പൊ അവരുടെ ആവശ്യം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ വിളിച്ചു തേടുന്ന ആളുകളെയൊക്കെ നമ്മൾ സഹായിച്ച് നിലനിർത്തണം. ഉൻസുറു ആലിഹത്തക്കും, അതാണ് അവസാനം അവർ പറഞ്ഞത്, നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ സഹായിക്കുക. ഇൻ കുന്തും ഫാഇലീൻ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ അതിനു വേണ്ടി പണിയെടുക്കണം. അപ്പോൾ നമുക്ക് ആഘോഷങ്ങൾ നടത്തിയാൽ മതി, ചന്ദനക്കുടം മതി, ഉറൂസ് മതി,
സിയാറത്ത് നടത്തിയാൽ മതി. എന്തിനായി സിയാറത്ത് നടത്തുന്നത്? ഇവരോട് പ്രാർത്ഥിക്കാനാണ്. അപ്പൊ ഈ ജനം നമ്മുടെ കൂടെ തന്നെ ഇങ്ങനെ നിലനിൽക്കും. അള്ളാഹുവോട് മാത്രം എന്നത് അവരുടെ വിജയത്തിന്റെ അടിസ്ഥാനമാണ്. ചെറിയ ഒരു ലംഘനം വന്നാൽ അവർക്ക് നരകമാണെന്ന് ഖുർആൻ താക്കീത് ചെയ്യുന്നു. ഖുർആനിന്റെ മാസം, നന്മതിന്മകൾ വേർതിരിച്ച ബദറിന്റെ ഒരു മാസമാണിത്. അപ്പൊ ദുആ വളരെ കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് പിന്നീട് പറയും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم ارحمنا يا أرحم الراحمين. نجنا مما نخاف ونحذر. رب ارحمهما كما ربياني صغيرا. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.